എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒത്തിരി പേര് സാമ്പത്തിക സഹായങ്ങൾ കൊണ്ട്, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കൊണ്ട് ഓരോ മലയോരങ്ങളിലും ഇപ്പം ഇന്നലെ 24 ആദിവാസി സഹോദരങ്ങളാണ് വയനാടൻ കാടുകളിൽ നിന്ന് വന്ന് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അപ്പം അത്രയും എല്ലാ മേഖലകളിലുമുള്ള എല്ലാവർക്കും ലളിതമായി മനസ്സിലാക്കുന്ന ദൈവാനുഭവമായിട്ട് ഏറ്റവും ഉന്നതമായ ശ്രേണി ജീവിക്കുന്നവർ മുതൽ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിലും ജീവിത രംഗങ്ങളിലുള്ളവരെല്ലാം അഭയസ്ഥാനമായി ഉടമ്പടി കാണുകയാണ്. അപ്പം നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ഈ ഉടമ്പടി ധ്യാനം കൂടുമ്പോഴും അത് നിങ്ങൾ ഷെയർ ചെയ്യണം. വേദനപ്പെട്ടിരിക്കുന്നവർക്ക് ഇത് കിട്ടുമ്പോൾ ദൈവം അവർക്ക് അയച്ചു കൊടുത്ത പോലെ തോന്നും. കാര്യം അത് നിങ്ങളാണ് ദൈവത്തിൻ്റെ കൈയും കാര്യമായി പ്രവർത്തിക്കേണ്ടത്. നിങ്ങളുടെ പ്രേക്ഷിത വേലയിൽ നിങ്ങളൊരിക്കലും മാന്യം തോന്നരുത്. പ്രേക്ഷിത വേല ക്ലേശകരമായ ജോലി കൂടുതൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ സത്യസന്ധതയാണ് അതുവഴി ദൈവം മനസ്സിലാക്കുകയും നിങ്ങളുടെ ഉടമ്പടിയെ ദൈവം ആശീർവദിക്കുകയും ചെയ്യുന്നത്. ഉടമ്പടി ജീവിക്കാൻ കഴിഞ്ഞതിൽ നിങ്ങൾ ദൈവത്തോട് നന്ദി പറയണം. എല്ലാവരും അങ്ങനെ പറയണം. ഇതൊരു ജീവിത രീതിയായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ ജീവിച്ച് മരിക്കാൻ ഇടയാക്കണമെന്നൊക്കെ ആൾക്കാർ പ്രാർത്ഥിക്കണം. ഇപ്പോഴും തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാളുകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ എല്ലാവരിലും വർഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ. അച്ഛൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഭൗതികമായ നേട്ടങ്ങളുടെയും നിയോഗങ്ങളുടെയും ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യഘട്ടം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഘട്ടത്തിൽ ഉടമ്പടിയെ പുതുക്കുമ്പോഴൊക്കെ ഒരു ആധ്യാത്മിക അനുഭവങ്ങൾക്ക് വേണ്ടി കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ പറഞ്ഞ കക്ഷികളെല്ലാം മെർലിനായാലും അതുപോലെ തന്നെ ഗോകുൽകൃഷ്ണനായാലും അവിടെ ആധ്യാത്മിക അനുഭവങ്ങൾ കണ്ടില്ലേ? അതാണ് അടിയൊഴുക്കെന്ന് പറയണത്. അവർ പുതുക്കി കഴിയുമ്പോൾ അവരുടെ നിയോഗം കർത്താവ് തന്നെയാണ്. ഇപ്പോൾ ഗോകുൽകൃഷ്ണൻ എന്താ പറയണത്? ഞാൻ ടൈറ്റ് യൂത്താണ്. ഇപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഞാൻ യൂത്താണ്, എനിക്ക് ലോകത്തിൻ്റെ ഒരു വിഷത്തിൽ ചെന്ന് ചാടി ആത്മാവ് നഷ്ടപ്പെടാൻ താല്പര്യമില്ല, അതുകൊണ്ട് നീ തന്നെയായിരിക്കണം എൻ്റെ കൂട്ട്. അപ്പോൾ അവർ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അവർ ആ ഒരു ബോറടിക്കുന്ന, ഒറ്റപ്പെട്ട് പോകുന്നില്ല പല ആൾക്കാരും ചെന്ന് അവർക്ക് പറ്റാത്ത ബന്ധങ്ങളിൽ പോയി ചാടി വീണു പോയിട്ടില്ലേ? ആ ഒരു സംഘർഷമാത്മകമായ ഒരു ടെംപ്റ്റേഷന് ഇവർ ക്രിസ്തുവിനെ വെച്ച് മാനേജ് ചെയ്യണം. കണ്ടില്ലേ? അത് അപാര മാനേജിങ്ങാണ്. ഈ ബോർ ടൈമിൽ ചില ആൾക്കാരിങ്ങനെ കൂട്ടുകൂടുമ്പോൾ എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാവോ? അത് നമ്മൾ തേപ്പെന്നൊക്കെ പിള്ളേർ പറയണ സംഭവിച്ചാൽ തേക്കാൻ വേണ്ടി മാത്രം കൂടുന്നവരുണ്ട്. അവരുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈം വന്ന്, ഈ ബോർ ടൈം വന്ന് എങ്ങനെയെങ്കിലും ആരെങ്കിലും വെച്ച് ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. ആ ബോർ ടൈം കഴിയുമ്പോൾ അയാളെ കണ്ട് പഠിച്ച് അയാളെ മാറ്റിയിട്ട് വേറെ ആൾക്കാരെടുക്കും.
അത് തുടങ്ങുമ്പോൾ തന്നെ ഇവർ രണ്ട് കക്ഷികളും പരസ്പരം വഞ്ചിക്കുകയാണ്. തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ആത്മവഞ്ചനയിൽ നിലനിൽക്കുന്ന ആൾക്കാർക്ക് ഉടമ്പടിയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാര്യം എന്താ, നിങ്ങൾ തന്നെ ബേസിക്കായിട്ട് ആത്മവഞ്ചനയിൽ പോവുകയാണ്. അപ്പം നിങ്ങൾ പറയാം അതൊക്കെ സാരമില്ല, അതൊക്കെ ടൈം പാസ് ഒന്നും പറഞ്ഞ സാധനമില്ല. ടൈം പാസ് അല്ല ശരിക്കും സംഭവിക്കണത്. സമയം കൊല്ലാൻ വേണ്ടിയല്ല, നിങ്ങൾ ചെയ്യണത് ഗ്രേസ് പാസ്സാണ് നടക്കുന്നത്. കൃപയാണ് നിങ്ങളെ കൊന്നുകൊണ്ടിരിക്കണത്. എന്താ കാര്യം, ഈ കാപട്യം വെച്ചുകൊണ്ട് നമുക്ക് ഉടമ്പടി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ ചോദിക്കും ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ പെട്ടുപോയില്ല എന്ന് വിചാരിക്കും. നിങ്ങൾ തൽക്കാലം ചെയ്യാവുന്ന എന്താണ്, നിങ്ങളുടെ പാസ്ബുക്ക്, നിങ്ങളുടെ ചെക്ക് ബുക്ക് കയ്യിൽ നിന്ന് പോയെന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോപ്പ് പേയ്മെൻ്റ് അടിക്കും ഇല്ലേ? എൻ്റെ ചെക്ക്, ഞാൻ എഴുതിയ ചെക്ക്, ഒപ്പിട്ട ചെക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, അതുകൊണ്ട് ബാങ്ക് ആ ചെക്കും കൊണ്ട് വന്നാൽ പൈസ കൊടുക്കുമെന്ന് പറയും. നിങ്ങൾ പെട്ടുപോയ ബന്ധമാണെങ്കിൽ ഉടനെ സ്റ്റോപ്പ് പേയ്മെൻ്റ് അടിക്കണം. എന്താ കാര്യം, ഓക്കെ ഇത്രയും നാൾ നമ്മളിങ്ങനെ ഒരു റിലേഷനിലായിപ്പോയി, പെട്ടിരിക്കുകയാണ്, ഇനി ഞാൻ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പം നിങ്ങൾക്കറിയാം അങ്ങനെയാണെങ്കിൽ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറയാതൊക്കെ അങ്ങനെ ഭയങ്കര ഒരു ഇമോഷണലായിട്ടുള്ള കുറേ സിനിമയിൽ നിന്ന് സീരിയലിൽ നിന്ന് കിട്ടിയിട്ടുള്ള സ്ഥിരം ഡയലോഗ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കീച്ചും, അതൊക്കെ കീച്ചിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവം അറിയാതെ നീ വിശ്വാസിയാണെങ്കിൽ എൻ്റെ മകനെ നീ തിരിച്ചു കൊണ്ടുപോകരുത്. അതാണ് വിഷയം അതാണ്. ആ നിയോഗം നിറവേറിയില്ലെങ്കിലും, നിന്നെ ഏൽപ്പിച്ച കാര്യം നിറവേറിയില്ലെങ്കിലും, നീ നിയോഗം വെച്ച കാര്യം നിറവേറിയില്ലെങ്കിലും നീ പഴയ ജീവിത രീതിയിലേക്ക് തിരിച്ചു പോകരുത്. മനസ്സിലായില്ലേ? അത് ഒന്നിനു വായിച്ച ആ ഭാഗം, അതാണ് നമ്മുടെ ഇന്നത്തെ ക്യാപിറ്റൽ മെസ്സേജ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഉൽപ്പത്തി 24:8. എന്നാൽ ആ സ്ത്രീക്ക് നിന്നോട് കൂടെ പോരാൻ ഇഷ്ടമില്ലെങ്കിൽ എന്റെ ഈ ശബ്ദത്തിൽ നിന്ന് നീ വിമുക്തനാണ്. എന്റെ മകനെ അങ്ങോട്ട് തിരികെ കൊണ്ടുപോകരുതെന്ന് മാത്രം. ഞാൻ വിട്ടുപോകുന്ന നാട്ടെന്ന് പറയുന്നുണ്ട്. ഉടമ്പടി പ്രഖ്യാപിതമായ ഒരു വർക്ക് ചെയ്യണത് ഈ മേഖലയിലാണ്. എന്താണ്, ഞാൻ വിട്ടുപോകുന്ന നാട്ടിലേക്ക് നിങ്ങൾ തിരികെ കൊണ്ടുപോകരുത്. അപ്പം നമ്മൾ ഉടമ്പടിയിലൂടെ വിട്ടുപോകുന്ന ഒരു ജീവിത രീതിയുണ്ട്. നിങ്ങളുടെ നിയോഗം നിറവേറിയില്ല, നിങ്ങളുടെ നിയോഗം ആ രീതി നിറവേറിയില്ലെങ്കിലും നിങ്ങൾ വിട്ടുപോകുന്ന ഒരു നാടുണ്ട്, ദൈവാനുഭവമുണ്ട്. നിങ്ങൾ വിട്ടുപോകുന്ന ഒരു ലോകജീവിതമുണ്ട്, അതിലേക്ക് നിങ്ങൾ തിരികെ പോകരുത്. ഇത് നിങ്ങൾ കൃത്യമായിരിക്കാം. ഇത് എന്നെ ബോധ്യപ്പെടുത്താനല്ല, കൗൺസിലേഴ്സിനെ ബോധ്യപ്പെടുത്താനല്ല, ദൈവത്തെ ആദ്യം ബോധ്യപ്പെടുത്തണം. എന്താണ്, എൻ്റെ നിയോഗം നിറവേറിയില്ലെങ്കിലും ഞാൻ തിരിച്ചു പോകത്തില്ല പഴയ മദ്യപാനത്തിലേക്ക്. അതുപോലെ തന്നെ എന്തെല്ലാം തരമാണ് ദൈവത്തിന് സത്യസന്ധമല്ലാത്ത ഒരു വിഷയത്തിലേക്ക് ഞാൻ തിരിച്ചു പോകത്തില്ല. പരിശുദ്ധ അമ്മയ്ക്കും ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ടീന. ഞാൻ മൂവാറ്റുപുഴ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരികയാണ്. എനിക്ക് കൃപാസനത്തെ പറ്റി ഞാൻ ഈ വഴി ഇങ്ങനെ വന്നിട്ടുള്ള ആളല്ല. എറണാകുളം, എൻ്റെ മമ്മിയുടെ വീട് എറണാകുളം ആണെങ്കിലും ഞാൻ ഈ വഴിയൊന്നും വന്നിട്ടുള്ള ഒരാളല്ല. അപ്പോൾ ഞാൻ അമേരിക്കയിലായിരുന്ന സമയത്ത് അവിടുത്തെ ഒരു സിസ്റ്ററാണ് എന്നോട് പറഞ്ഞത്, ടീന നാട്ടിൽ പോകുമ്പോൾ ഉറപ്പായിട്ടും കൃപാസനം എന്ന് പറഞ്ഞാൽ ഇവിടെ വരണം, അമ്മയുടെ അടുത്ത് പോകണം, കുഞ്ഞിനായിട്ട് പോകണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അപ്പോഴും ഞാനത് ഒത്തിരി സീരിയസ്നെസ് കൊടുത്തിരുന്നില്ല. കാരണം ഞാൻ പള്ളി പോകുന്നൊരു വിശ്വാസിയാണ് എങ്കിൽ പോലും എൻ്റെ ചേച്ചി ഒരു സിസ്റ്ററാണ്, എങ്കിലും എനിക്ക് അത്ര വലിയ വിശ്വാസമുള്ള ഒരാളായിരുന്നില്ല. അപ്പം ഞാൻ നാട്ടിൽ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സിവിയറായിട്ടുള്ള ഹെഡേക്ക് വരാൻ തുടങ്ങി. അപ്പം
അതിന് ഞാൻ പ്രത്യേകിച്ച് ഡോക്ടേഴ്സിനൊന്നും കൺസൾട്ട് ചെയ്തില്ല. ജസ്റ്റ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ വാങ്ങിച്ച് കഴിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പിന്നെ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത വിധം എൻ്റെ ഒരു ഇടത് സൈഡ് കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആയി തുടങ്ങി. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒഫ്താൾമോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ എൻ്റെ കണ്ണിൻ്റെ എല്ലാ ടെസ്റ്റുകളും ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു, പിന്നെ അത് കണ്ണിൻ്റെ പ്രശ്നമല്ല, തൻ്റെ നെർവ്സിനെ എന്തോ ഒരു ഇത് ബാധിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് തനിക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്, അതുകൊണ്ട് ഒരു ന്യൂറോനെ തന്നെ കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടർ തന്നെ എനിക്കൊരു ഡോക്ടറെ സ്പെസിഫൈ ചെയ്ത് തന്നു. ഞാൻ എന്നിട്ട് ആ ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ടീന MRI എടുത്ത് നോക്കിയാലേ എൻ്റെ എക്സാക്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ MRI എടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ടീന അതൊരു ബ്രെയിൻ ട്യൂമറാണ്, അത് സർവൈവ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത് സർജറി ചെയ്താലും റിക്കവർ ആവുന്നൊരു സ്റ്റേജൊക്കെ കഴിഞ്ഞു പോയി. കാരണം മെനിഞ്ചോമ എന്ന് പറയുന്ന 3 സ്റ്റേജസ് ഉണ്ട്. സ്റ്റേജ് 1 ആണെങ്കിലും 2 ആണെങ്കിലും നമുക്ക് ഓപ്പൺ സർജറി അല്ലെങ്കിൽ ഒരു കീ ഹോൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ അത് റിക്കവർ ആവും. പക്ഷേ എൻ്റെ 3rd സ്റ്റേജ് ആയിരുന്നു, സ്റ്റേജ് 3 ആണ്. അപ്പോൾ അത് റിക്കവർ ആയാലും ടീനയുടെ ഒരു സൈഡ് കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആയി പോവും, അതല്ലെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ടും പോവും, അതും അല്ലെങ്കിൽ ടീനയുടെ മെമ്മറി കംപ്ലീറ്റ്ലി ലോസ് ആവും. അതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. സർജറി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഒരു 2-3 മന്ത്സിനുള്ളിൽ ഡെഡ് ആവും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ സർജറി ചെയ്യുന്നതോ ചെയ്യാതിരിക്കുന്നതോ തൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും നമ്മളെല്ലാം ഒരു ദിവസം മരിച്ചു പോകും, അപ്പോൾ പിന്നെ ഈ ഒരു സർജറി ചെയ്ത് ആ ഒരു പെയിനും കൂടെ സഹിച്ച്, അല്ലെങ്കിൽ തന്നെ വീട്ടിൽ ഞാൻ വന്നു, എൻ്റെ കുഞ്ഞായിട്ട് വന്നു. ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ പിന്നെയും വീട്ടുകാർക്കൊരു ബേർഡൻ ആവണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ സർജറി ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ പപ്പയുടെ സിസ്റ്റർ റിൻസി ആൻറ്റി ഇവിടെ എല്ലാ മാസവും വരികയും ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആൻറ്റി എന്നോട് പറഞ്ഞു, ടീന നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവരാം, കൃപാസനത്തിൽ കൊണ്ടുവരാം, നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിനക്ക് തന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നീ ഇതിൽ നിന്ന് രക്ഷപ്പെടും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസം 26-ാം തീയതി ഞാൻ ഇവിടെ വന്ന് രാവിലെ വന്നു, ഉടമ്പടി എടുത്ത് 3 മണി ഏകദേശമായി. എൻ്റെ കുഞ്ഞന്ന് തീരെ പൊടിയാണ്, 1.5 വയസ്സേ ഉള്ളൂ. അപ്പം അവനെയും കൊണ്ട് ഇവിടെ വന്നു, ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുന്നവരെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല, അതായിരുന്നു സത്യം. അപ്പോൾ ഉടമ്പടി എടുത്ത് ഞാൻ അച്ഛൻ്റെ ടോക്സ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു വിശ്വാസം വന്നു, ഞാൻ ഓപ്പറേഷൻ ചെയ്താലും ഞാൻ റിക്കവർ ആവും എന്നുള്ളൊരു വിശ്വാസത്തോടെ ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. ഞാൻ ഡോക്ടറെ കണ്ടു, ഡോക്ടറെ സർജറി ഫിക്സ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ടീന നമുക്കിത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നൊരു ഇതല്ല, അപ്പോൾ ടീന ഇന്ന് തന്നെ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ അന്ന് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. നെക്സ്റ്റ് ഡേ ഒരു മൺഡേ ആണ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. വെനസ്ഡേ എൻ്റെ സർജറി ഫിക്സ് ചെയ്തു. ജാനുവരി 26-നായിരുന്നു എൻ്റെ സർജറി. അപ്പോൾ ആ സർജറി ചെയ്യുമ്പോഴും ഡോക്ടർ എന്നോട് പറഞ്ഞു, ടീന പൂർണ്ണമായിട്ടൊരു റിക്കവറി ഉണ്ടാവില്ല, എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അതിൻ്റെ എക്സാക്ട് പൊസിഷൻ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു വെയിൻ, എന്തെങ്കിലും ഒരു ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ ടീനയ്ക്ക് എന്ത് പറ്റും എന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റില്ല, ആഫ്റ്റർ സർജറി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനത് ഡോക്ടർ എനിക്ക് പറഞ്ഞു, ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ എല്ലാവരെയും കാണാം. അപ്പോൾ തലേ ദിവസം അച്ഛൻ വന്ന് എനിക്ക് അന്ത്യകൂദാശ വരെ തന്നു. ഈ ഒരു ചെറിയ പ്രായത്തിൽ അന്ത്യകൂദാശ വരെ കിട്ടുന്ന ആദ്യത്തെ വ്യക്തി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ എനിവേസ് ഞാൻ മരണം മുന്നിൽ കണ്ടിട്ടാണ് ആ സർജറിക്ക് രാവിലെ എന്നെ 7 മണിക്ക് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റി. അപ്പോൾ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി കാശ് രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ടോം ജോസ് എന്ന് പറയുന്ന ഡോക്ടറാണ്. ഡോക്ടർ എന്നോട് പറഞ്ഞു, ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്ക് ആകെ ഒരു റിക്വസ്റ്റേ ഉള്ളൂ, ഈ കാശ് രൂപം ഒന്ന് ഓപ്പറേഷൻ തിയേറ്ററിലും അതുപോലെ വെന്റിലേറ്ററിലായിരിക്കുമല്ലോ ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കിടക്കുന്നത്, അവിടെ ഇതൊന്ന് വെക്കാനുള്ള പെർമിഷൻ എനിക്ക് തരണമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഓക്കെ ടീന, നോ ഇഷ്യൂ, അവിടുത്തെ സിസ്റ്ററിനെ ഏൽപ്പിച്ചാൽ മതി, സിസ്റ്റർ അത് എവിടെയാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് വെച്ചോളൂ. അപ്പോൾ അതിൻ്റെ മെറ്റൽ പാർട്ടുള്ള ഇതായതുകൊണ്ട് അത് റിമൂവ് ചെയ്തിട്ട് സിസ്റ്ററിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറുന്നതിന് മുമ്പ് ആ കാശ് രൂപം അവിടുത്തെ സിസ്റ്ററിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറുന്നത്. അവിടെ കയറി 5 മണിക്കൂർ എടുക്കും എന്ന് പറഞ്ഞ സർജറി 9 മണിക്കൂറോളം എടുത്തു ആ സർജറി പൂർത്തിയാവാനായിട്ട്. അതുപോലെ നമുക്ക് 6 കുപ്പി ബ്ലഡായിരുന്നു വേണ്ടിയിരുന്നത്. ലാസ്റ്റ് മിനിറ്റ് ബ്ലഡ് തികയാതെ വന്ന്, അതും മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞ പോലെ നമ്മൾ പ്രതീക്ഷിക്കാത്തടത്തുനിന്ന് നമ്മളെ അവർ ആരൊക്കെയോ ഗ്രൂപ്പിലൊക്കെ ഇട്ട് സഡനായിട്ട് നമുക്ക് ബ്ലഡ് വരെ കറക്റ്റ് സമയത്ത് കിട്ടി. അങ്ങനെ ആ സർജറി കഴിഞ്ഞു. ഞാൻ വെന്റിലേറ്ററിൽ 2 ദിവസം കിടന്നു. ICUലോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോഴേക്ക് എനിക്ക് ബോധം തെളിഞ്ഞു. അപ്പോഴും എനിക്കൊരു എക്സൈറ്റ്മെൻറ്റും ഇല്ല. കാരണം ഡോക്ടറിനോട് ചോദിച്ചു, ടീന കേൾക്കാമോ? കേൾക്കാം, എനിക്ക് കേൾക്കാം, കാണാം, എൻ്റെ 2 കണ്ണിനും ഒരു കുഴപ്പമില്ല. ഞാനൊരു കൈയും കാലൊക്കെ ഒന്ന് അനക്കി നോക്കി, തല ഒട്ടും അനക്കത്തില്ല. കാരണം ഫുള്ള് ഇതൊക്കെ ഹെയർ എൻ്റെ 2ാമത് വന്ന ഹെയറാണ്, ഫുള്ള് റിമൂവ് ചെയ്തിട്ടായിരുന്നു. ഈ ഒരു ഓപ്പൺ സർജറി ആയിരുന്നു. അപ്പം എനിക്ക് കാണാനും കേൾക്കാനും ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ട് ഇത്രയായി, എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ ഈ മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. കാരണം
ഈ ഒരു ഇതിൽ നിന്ന് ഞാൻ റിക്കവർ ആവുമെന്ന് ഒരു മനുഷ്യൻ, ഞാൻ 3 ഹോസ്പിറ്റലിൽ ഞാൻ കാണിച്ചിരുന്നു. കാരണം എനിക്ക് സെക്കൻഡ് ഒപ്പീനിയൻ എന്നുള്ള നിലയിൽ ഞാൻ US ഉൾപ്പെടെ ഹോസ്പിറ്റലിൽ ഞാൻ കാണിച്ചതാണ്. അവരെല്ലാം പറഞ്ഞത് ടീന സ്റ്റേജ് കഴിഞ്ഞു പോയി, അതുകൊണ്ട് ഈ ഒരു സ്റ്റേജിലോട്ട് നമുക്ക് സർജറി ചെയ്യാമെന്ന് മാത്രമേ ഒരു ഓപ്ഷനേ ഉള്ളൂ, പക്ഷേ റിക്കവറി 100% ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ആ ഒരവസ്ഥയിൽ നിന്ന് ഞാനിവിടെ വണ്ടി ഓടിച്ച് വന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാനൊരു എയർ ഹോസ്റ്റസ് ആയിരുന്നു, ഇന്ത്യൻ എയർലൈൻസിലെ ക്രൂ ആയിരുന്നു. ഇപ്പം എനിക്കിപ്പോൾ ആ ഒരു സെയിം ഫീൽഡിലോട്ട് കയറാൻ പറ്റില്ല, കാരണം ഒരു മേജർ സർജറി ആയതുകൊണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്, IT പ്രൊഫഷനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു വലിയ അനുഗ്രഹത്തിന് പരിശുദ്ധ അമ്മയോട് 100,000 നന്ദി. ഞാൻ ഈ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയതിന് ശേഷം ഞാൻ ഉടമ്പടി തൈലം എല്ലാ ദിവസവും ഇവിടുന്ന് സിസ്റ്റർ എന്നോട് പറഞ്ഞ അനുസരിച്ച് ഞാൻ ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശി വിശ്വാസ പ്രമാണം ചെല്ലാത്ത മുടങ്ങാത്തൊരു ദിവസം, ഞാൻ ആ വെൻറ്റിലേറ്ററിൽ കിടന്ന ദിവസങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ദിവസവും ICU കിടന്നപ്പോൾ പോലും ഞാൻ അത് മുടക്കം വരുത്തിയിട്ടില്ല. പിന്നെ അതുപോലെ ഉപ്പാണെങ്കിൽ എനിക്ക് ഡൈല്യൂട്ട് ഇത് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ലിക്വിഡ് ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ ഞാൻ കഞ്ഞി പോലെയുള്ള പൊടിയരി കഞ്ഞി പോലത്തെ സാധനങ്ങൾ കഴിക്കുമ്പോൾ അതിൽ ഇവിടുന്ന് തന്ന ഉപ്പ് ചേർത്താണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഞാൻ ഇത്രയും വേഗം റിക്കവർ ആയത്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനായിട്ട് ഞാൻ പള്ളിയിലൊന്നും ഒത്തിരി ആക്റ്റീവായിട്ടുള്ളൊരു വ്യക്തി ആയിരുന്നില്ല. അപ്പം ഈ സർജറിക്ക് ശേഷം ഞാൻ പള്ളിയിലൊക്കെ റെഗുലറായിട്ട് എനിക്ക് പോകാൻ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ പോവുകയും പ്രാർത്ഥിക്കുകയും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാരുണ്യ പ്രവർത്തികൾ എനിക്ക് മറ്റുള്ളവർക്ക് ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അതെല്ലാം പരിശുദ്ധ അമ്മയുടെ മാത്രം അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധമായ അൾത്താരയിൽ നിൽക്കുവാനുള്ള ഭാഗ്യം തന്നതിന്. എൻ്റെ പേര് ശൈലജ വർഗീസ്. ഇതെൻ്റെ മകൾ ഷെറിൻ, മകളുടെ കുഞ്ഞാണിത് ഷോൺ. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് നവംബർ 4, 2021 ഇതെൻ്റെ 5ാമത്തെ പുതുക്കലാണ്. 4ാമത്തെ പുതുക്കൽ ഞാൻ നിയോഗം വെച്ചിരുന്നു, എൻ്റെ മകൾക്കൊരു കുഞ്ഞ് വേണമെന്ന്. മകളുടെ വിവാഹം കഴിഞ്ഞ് 1.5 വർഷമായിട്ടും കുഞ്ഞില്ലായിരുന്നു. ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിന് പ്രകാരം മകൾ പ്രഗ്നൻ്റായി. ആദ്യ സമയത്ത് ഫസ്റ്റ് മന്തിൽ തന്നെ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് വലിയ പ്രോബ്ലം ഇല്ലാതെ പോയി. ബെഡ് റെസ്റ്റ് ആയിരുന്നു, ഫുൾ ബെഡ് റെസ്റ്റ്. 7 മന്തിലെ സ്കാനിങ്ങിൽ കുഞ്ഞിന് എക്സ്റ്റെൻഡഡ് ബ്രീച്ച് ആണെന്ന് തെളിഞ്ഞു. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു ജനറലി ബുദ്ധിമുട്ടാണ്, നോർമൽ ഡെലിവറി ആകാൻ ഒരു സാധ്യതയുമില്ല, സിസേറിയൻ വേണം. പക്ഷേ ഞങ്ങൾ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ 9th മന്ത് പ്രഗ്നൻസിയിൽ സ്കാനിങ്ങിൽ കുഞ്ഞ് നേരെയായി എന്ന് ഒരു റിപ്പോർട്ട് കിട്ടാനിടയായി. അതിന് പ്രകാരം നോർമൽ ഡെലിവറി നൽകി അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുഞ്ഞിൻ്റെ പുക്കിളിൽ ഹെർണിയ വലുതായിട്ടുണ്ടായിരുന്നു. ഡോക്ടേഴ്സിനെ കാണിച്ചു, പീഡിയാട്രിക്സിനെ. ഡോക്ടേഴ്സ് പറയുന്നത് 7 മാസം വരെ വെയിറ്റ് ചെയ്യാം, കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യണമെന്ന്. പക്ഷേ ഞങ്ങൾ അന്നേരവും ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം പുക്കിളിൽ അപ്ലൈ ചെയ്തു. അതിന് പ്രകാരം 4 മാസം പൂർത്തിയാകുന്നതിന് മുമ്പേ ആ പുക്കിൾ കൊടിയിലെ ഹെർണിയ പൂർണ്ണമായി മാറി സൗഖ്യം ലഭിച്ചു. ഇത് വളരെ അനുഗ്രഹമായ ഒരു സാക്ഷ്യമാണ് ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മ ഈശോയും തന്നത്. പിന്നീട് ഞങ്ങൾക്ക് നാട്ടിലൊരു വീട് വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ഞങ്ങളുടെ ഫാമിലി ഷെയർ ഉണ്ടായിരുന്നു, അതൊന്ന് വിറ്റ് കിട്ടിയിട്ട് ഒരു ചെറിയ വീട് വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതിന് പ്രകാരം ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ കാശുരൂപം ആ വസ്തുവിൽ കുഴിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. 1 മാസത്തിനുള്ളിൽ തന്നെ തീരുമാനമായി ആ ഭൂമിയിൽ തന്നെ ഒരു വീട് വെക്കാമെന്ന്. ഇപ്പം ഞങ്ങളുടെ ആ വീട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കൂദാശ നടന്നില്ല, 10 ദിവസത്തിന് കൊണ്ട് റെഡിയാകും. പിന്നെ ഞങ്ങൾക്ക് മുംബൈയിലൊരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, വിൽക്കാനേ പറ്റുന്നില്ല. ഞങ്ങൾ ചോദിക്കുന്ന വിലയോ പർച്ചേസർ വന്ന് പറയുന്ന വിലയും ഒന്നും അനുകൂലമായി പോകുന്നില്ല. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രെയറിൽ ഞാൻ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ധ്യാനത്തിലും ആ ഡോക്യുമെൻ്റ് എടുത്ത് വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിന് പ്രകാരം അതിൻ്റെ ഡീല് നടന്നു. ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. അമ്മയൊരു വില കൽപ്പിക്കുക, ഞങ്ങൾ പറയുന്ന വിലയുമല്ല, വാങ്ങിക്കാൻ വരുന്നവരുടെ വിലയുമല്ല, പരിശുദ്ധ അമ്മ കൽപ്പിക്കുന്ന ഒരു വിലയിൽ ഞങ്ങൾ വിൽക്കാൻ തയ്യാറാണ്. അതിന് പ്രകാരം ഒരു നെയ്ബർ തന്നെ വന്നു, അത് വാങ്ങിച്ചു. ലാഭവുമില്ല നഷ്ടവുമില്ല. 4 ദിവസം കൊണ്ട് ആ ഡീല് നടന്നു, പേയ്മെൻറ്റും കിട്ടി. ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയ
പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങൾ കാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനവും ചെയ്യുന്നുണ്ട്. മുംബൈയിൽ ഞങ്ങൾ ഓർഫനേജുകളിൽ പോകാറുണ്ട്. ചിൽഡ്രൻസ് ഹോം, ഓൾഡ് ഏജ് ഹോം, അങ്ങനെയുള്ളിടത്ത് പോയി ഞങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സാമ്പത്തിക സഹായം എന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടോ വെളിയിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനുള്ള ഗ്രോസറിയോ കൊടുത്ത് സഹായിക്കാറുണ്ട്. പിന്നെ വഴിയോരത്തിരിക്കുന്നവർക്ക് ഞങ്ങളാൽ കഴിയുന്ന സ്നാക്സ് കൊടുത്ത് സഹായിക്കാറുണ്ട്. പത്രങ്ങൾ ഞങ്ങൾ ഓർഫനേജിലും വിതരണം ചെയ്യും. പിന്നെ പള്ളിയിൽ പോകുന്ന നിത്യസഹായ മാതാവിൻ്റെ ഒരു ചർച്ചിൽ ഞങ്ങൾ പോകാറുണ്ട്. അവിടെ കാണുന്നവർക്ക് ഞങ്ങൾക്ക് മാതാവിനെക്കുറിച്ച് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ആലപ്പുഴയാണെന്ന് പറഞ്ഞ് ആ പത്രങ്ങൾ കൊടുക്കുന്നു. വളരെ സന്തോഷത്തോടെ അവർ സ്വീകരിക്കാറുണ്ട്. പക്ഷേ അത് വിതരണം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് അത് വിതരണം ചെയ്യുന്നത്. മറ്റുള്ളവരിലേക്ക് പരിശുദ്ധ അമ്മയെയും ഈശോയെയും ദേവപിതാവിനെയും പങ്കുവയ്ക്കുവാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരുപാട് സാധിച്ചു. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ആത്മീയമായി ഒരുപാട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. ബൈബിള് പൂർണ്ണമായി വായിക്കുവാൻ പറ്റുന്നുണ്ട്. കുർബാനയിൽ സംബന്ധിക്കുമ്പോഴും വളരെയേറെ ഹൃദയം തുറന്ന് ഒരുപാട് ആത്മീയതയോടെ അതിൽ സംബന്ധിച്ച് കുർബാന കൈക്കൊള്ളുവാനും സാധിക്കുന്നുണ്ട്. മാതാവിനും ദൈവമായ കർത്താവിനും കൂടാനുകൂടിയായിട്ട് നന്ദി. എൻ്റെ പേര് ശരൺ. ഞാൻ സെൻറ്റ് ജോർജ് ഇടവകയിൽ നിന്ന് വന്നേ. എനിക്ക് 1.5 വർഷമായിട്ട്, കല്യാണം കഴിഞ്ഞ 1.5 വർഷമായിട്ട് എനിക്ക് കുഞ്ഞാകുന്നില്ലായിരുന്നു. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ഞാൻ എപ്പോഴും എൻ്റെ ടെസ്റ്റ് പോസിറ്റീവ് ആയല്ല, ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുമെന്ന്. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അതിൻ്റെ അടുത്ത മാസം തന്നെ മാതാവ് എനിക്ക് എൻ്റെ പ്രഗ്നൻസി എൻ്റെ പോസിറ്റീവ് ആക്കി തന്നു. പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞ് കൃപാസനത്തിൽ വന്നു. എൻ്റെ ഉടമ്പടി ഞാൻ എടുത്തത് 22 നവംബർ 2023 അതേ മാസം തന്നെ ഞാൻ പോസിറ്റീവ് ആയിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ കൃപാസനത്തിൽ വന്നായിരുന്നു. അതേ മാസം തിരിച്ചു പോകുന്ന സമയത്ത് നാട്ടിൽ നിന്ന് ബോംബെയിലോട്ട് തിരിക്കുന്ന സമയത്ത് തിരിച്ചു കഴിഞ്ഞിട്ട് ബോംബെയിൽ എത്തി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായി. പിന്നെ ഞാൻ ഓർത്തു എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടെന്ന്. പക്ഷേ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു. മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കുഞ്ഞിന് 6 വീക്സ് ആയിരുന്നു. പിന്നെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴ്. പിന്നെ കുഞ്ഞിനൊരു കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലെന്ന്. പിന്നെ അത് കഴിഞ്ഞ് ബെഡ് റെസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ 7ാം മാസത്തിൽ, അത് മമ്മി പറഞ്ഞായിരുന്നു, 7ാം മാസത്തിൽ എക്സ്റ്റെൻഡഡ് ബ്രീച്ച് ആയിരുന്നെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് 30 നവംബർ 2023 എനിക്ക് ബ്ലീഡിങ് ആയത്. അതേ സെയിം ഡേ ആസ് ഇൻ നവംബർ 30, 2024 ഒരു വർഷം കഴിഞ്ഞിട്ട് അതേ ദിവസം തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ മാമോദീസ ആയിരുന്നു. കുഞ്ഞ് നഷ്ടപ്പെടുമെന്നോർത്ത് കരഞ്ഞ് നിലവിളിച്ച സമയത്ത് അതേ ഒരു വർഷം കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ മാമോദീസ അതേ ദിവസമായിരുന്നു. അതിനുവേണ്ടി കർത്താവിനും മാതാവിനും കൂടാനുകൂടിയായിട്ട് നന്ദി. എൻ്റെ പേര് ജോയി. ഞാൻ കോട്ടയം ജില്ലയിലെ വെളിയന്നൂരിൽ നിന്നാണ് വരുന്നത്. ആദ്യമായി തന്നെ ഈ ആൾക്കാരെ സാക്ഷ്യം പറയാൻ അനുഗ്രഹം നൽകിയതിന് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2023 ഓഗസ്റ്റ് 28 ഞാൻ എൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകൾ മൂലമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ +1 പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് പഠനം ബുദ്ധിമുട്ടായി തുടങ്ങി. തോറ്റുപോകുമെന്ന് ഉറപ്പായിരുന്നു. ഞാൻ മാത്രമേ തോറ്റുപോകുള്ളൂ എന്നും എനിക്ക് തോന്നി. അതുപോലെ തന്നെ +1 2 വിഷയങ്ങൾക്ക് ഞാൻ തോറ്റുപോയി. ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ഒന്നും പഠനത്തിൽ അത്ര ശരിയാക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കവേ എൻ്റെ വീട്ടിൽ ഒരു ദിവസം ഒരു ചേച്ചി ചില സാധനങ്ങൾ വിൽക്കാൻ വരികയും അവരുടെ ജീവിതത്തിൽ കൃപാസനത്തിലൂടെ ഉണ്ടായ ചില അനുഗ്രഹങ്ങൾ പറയുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ കൃപാസനത്തിൽ വന്നത്. അതിനു മുമ്പ് എനിക്ക് കൃപാസനത്തിൽ വിശ്വാസമില്ലായിരുന്നു. പൊതുവേ കൃപാസനത്തെക്കുറിച്ച് യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കേട്ടിരുന്നത്. അങ്ങനെ ഓഗസ്റ്റ് 28 ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. എങ്കിലും കാര്യമായി ഒന്നും പാലിച്ചിരുന്നില്ല. ഞാൻ ഉഴപ്പിയാണ് ജീവിച്ചത്. എനിക്ക് പേടിയുണ്ടായിരുന്നു ഒരുപാട് തോറ്റുപോകുമെന്ന്. അതുകൊണ്ട് ഞാൻ ക്രിസ്മസ് പരീക്ഷയ്ക്കൊന്നും പോയില്ല പേടിച്ചിട്ട്. പിന്നെ +2 പബ്ലിക് പരീക്ഷയ്ക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. എൻ്റെ പേടി പോയി. എങ്കിലും ഞാൻ പരീക്ഷ എഴുതിയപ്പോൾ 3 വിഷയത്തിന് തോറ്റുപോയി.
പക്ഷേ ഞാൻ വീണ്ടും ഉടമ്പടിയിൽ തന്നെ നിലനിന്നു. ഞാൻ വീണ്ടും പരീക്ഷ എഴുതിയെങ്കിൽ 2 വിഷയത്തിന് തോറ്റു, 1 വിഷയം ജയിച്ചു. അങ്ങനെ പക്ഷേ ഞാൻ ഉടമ്പടിയിൽ തന്നെ നിലനിന്നു. എൻ്റെ വീട്ടിലൊരു ഫോട്ടോ ഉണ്ട് മാതാവിൻ്റെ. ആ ഫോട്ടോയിൽ ഒരു ദിവസം ആ ഫോട്ടോ ആകെ പോയി വികൃതമായിട്ടിരിക്കുവാണ്, വെള്ളമൊക്കെ പറ്റി. അതിലൊരു ദിവസം ഈശോയുടെ രൂപം തെളിഞ്ഞു വന്നു പലതവണ. ഒരുപാട് നാളത് അങ്ങനെ തന്നെ നിലനിന്നു. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം ഉച്ചയ്ക്ക് എൻ്റെ അമ്മ ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ മാതാവിനെ കണ്ടു എന്ന് പറഞ്ഞു. കൃപാസന മാതാവിനെ തന്നെ കണ്ടു എന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി ജീവിതം പാലിച്ച് കൃത്യമായി മുന്നോട്ട് പോയി. 2025 പരീക്ഷയ്ക്ക് മുമ്പ് ഞാൻ വീണ്ടും ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. ഞാൻ പരീക്ഷയ്ക്ക് പോയി എഴുതി. ഞാൻ തൈലം നെറ്റിയിൽ തൂത്ത് ഉപ്പുമായിട്ടാണ് പോയത്. പരീക്ഷാ ഹാളിൽ ഞാൻ ഉപ്പ് വിതറി. ഞാൻ പഠിച്ചുകൊണ്ട് പോയ ചോദ്യങ്ങളാണ് ഏറെയും വന്നത്. അങ്ങനെ അമ്മ മാതാവ് എന്നെ ജയിപ്പിച്ചു. ഞാൻ +2 പാസ്സായി. രണ്ടാമതായുള്ള സാക്ഷ്യം, എനിക്ക് പണ്ട് മുതലേ ഈ ഒക്ടോബർ നവംബർ മാസം ക്ലൈമറ്റ് ആയാൽ പനിയും ജലദോഷവും ഈ തൊണ്ടവേദന പോലെയുള്ള അസുഖങ്ങൾ വരുമായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഉപ്പ് നാവിൽ തൊട്ടും എണ്ണ തൂത്തും പ്രാർത്ഥിച്ച് പിന്നെ എനിക്കത് വന്നിട്ടില്ല. അത് പോയി. കഴിഞ്ഞ ഒക്ടോബർ നവംബറിൽ എനിക്കത് വന്നില്ല. പിന്നെ ഞാൻ ഈ തോറ്റിരിക്കുന്നതിൻ്റെ ഇടയിൽ ലൈസൻസിന് ഒന്ന് പോയിരുന്നു. അപ്പോൾ ബൈക്കിൻ്റെ എനിക്ക് ആദ്യത്തെ പോക്കിൽ ഗ്രൗണ്ടിൽ 8 വരച്ചത് എനിക്ക് കിട്ടിയെങ്കിലും റോഡ് ടെസ്റ്റിൽ ഫെയിലായിപ്പോയി. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ വീണ്ടും പോയി. അപ്പോൾ ഞാൻ ഉപ്പുമായിട്ടാണ് പോയത്. ഉപ്പ് വിതറി ആ പ്രാവശ്യം എനിക്ക് പാസ്സായി. അങ്ങനെ എനിക്ക് പൊതുവെ മാതാവിൽ വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു പൊതുവെ. പിന്നീട് കുറച്ച് കഴിഞ്ഞ് കൊറോണയൊക്കെ വന്ന് വീട്ടിലിരുന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ കൂടുതൽ വ്യാപൃതനായി. അങ്ങനെ എനിക്ക് ഞാൻ മതത്തിലുള്ള വിശ്വാസവും പൊതുവെ കുറഞ്ഞു. ഞാൻ ഞായറാഴ്ചയും പള്ളിയിൽ പോക്കൊക്കെ കുറഞ്ഞു. പൊതുവെ ഒരു പാപകരമായ ജീവിതമായിരുന്നു. അങ്ങനെ ഇതൊക്കെ പോയി. പിന്നെ കാരുണ്യപ്രവൃത്തിയായി ഞാൻ ചെയ്യുന്നത്, എന്നെ സമീപിക്കുന്നവർക്ക് ഞാൻ ഇപ്പോൾ ഞാൻ എന്നും പള്ളിയിൽ പോകും. ദിവസം ഞാൻ 4 കൊന്ത ചെല്ലും. ഞാൻ എന്നും വചനം വായിക്കും. ഇപ്പോൾ ഞാൻ മാസത്തിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കും. അങ്ങനെ കാരുണ്യപ്രവൃത്തിയാണ് ഞാൻ ചെയ്തത്. എന്നെ സമീപിക്കുന്നവർക്ക് ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും നൽകി സഹായിക്കും. പിന്നീട് ഞാൻ ആശുപത്രിയിൽ പോകുമ്പോഴും അവിടെ ഉള്ളവർക്ക് എന്തെങ്കിലും എന്നാലാവുന്ന രീതിയിൽ നൽകി സഹായിക്കും. പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ ഡെയിലി ബ്രെഡ്, ധ്യാനം, സാക്ഷ്യം, ലിവിങ് ഒറാക്കിൾസ് മുതലായവയെല്ലാം ഷെയർ ചെയ്യും. ഉടമ്പടി ഇത്രയും അനുഗ്രഹം നൽകിയ മാതാവിന് ഈശോയ്ക്ക് നന്ദി.